അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ഫാമിലി, ഇരുലോക ആഫിയത്ത് അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രയാസ രോഗം അള്ളാഹു മാറ്റി തരട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ ഒരുപാട് സന്തോഷമായി ഓടി വരുന്ന ഉമ്മമാർ, ഉപ്പമാർ, മനസ്സറിച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് പേര് നേരത്തെ മുതൽ വർഷങ്ങളായി, 4-4.5 വർഷത്തോളമായി ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ ഈ കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സന്തോഷം എന്താ, ചുമ്മാ നേരം കളയുന്ന അവസ്ഥയില്ല, ഞങ്ങൾക്ക് സമയം വെറുതെ വേസ്റ്റായി പോകുന്നില്ല, ഞങ്ങൾക്കിതിൽ പഠിക്കാനും ഇതിൽ അമൽ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും, മസലകൾ അതിൻ്റെ ഡിസ്കസ് വരുന്നുണ്ട്. പല പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഞങ്ങൾ പലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് അറിയുന്നത്. വലിയ സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നിലനിർത്തട്ടെ, ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ, ഭൂരിഭാഗം ആളുകൾ ഒഴിവാക്കി കളയുന്ന ഒരു പ്രധാനപ്പെട്ട 4 മസലകളാണ്, 4 സുന്നത്തുകളാണ്. ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി, 2-ാം ശഫഈ എന്ന പേരിൽ ലോകപ്രസിദ്ധനായ ഇമാം നവവി തങ്ങൾ അവിടുത്തെ റൂസുൽ മസായിലിലൊക്കെ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 കാര്യമുണ്ട്. എന്തിൽ ഒന്നാമത്തെ കാര്യം, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് നമ്മൾ കൈ കെട്ടുമല്ലോ, ആ കൈ കെട്ടുമ്പോൾ പലരും പല ശൈലിക്കാണ് കൈ കെട്ടുന്നത്. എങ്ങനെയാണത്? പല ആളുകളും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് അല്ലാഹു അക്ബർ. ഭൂരിഭാഗം ആളുകളുടെ ശൈലി ഇങ്ങനെയാണ്. നിയ്യത്ത് വെച്ചിട്ട് ആ നിയ്യത്തിനോട് യോജിപ്പിച്ചിട്ട് നമ്മൾ തക്ബീർ കെട്ടുമല്ലോ, ആ കെട്ടുന്ന ഫസ്റ്റ് വൺ എങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്? അല്ലാഹു അക്ബർ. കെട്ടലും തീരലും, പറയൽ, മൊഴിയൽ, തീരലും ഒപ്പാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. അതിൻ്റെ സുന്നത്തായ 100 മാർക്കിൻ്റെ ശൈലി എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കൈ ഇർസാലാക്കി താത്തിയിട്ടു നമ്മൾ നിയ്യത്ത് വെക്കുന്നു, ആ നിയ്യത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. അങ്ങനെ കെട്ടുമ്പോൾ എങ്ങനെ വേണം? അല്ലാഹു അക്ബർ. കൈ ഉയർത്തി, അതിൻ്റെ ഉയർത്തൽ എവിടെ തീരുന്നോ അപ്പം സ്റ്റോപ്പാക്കണം നമ്മുടെ തക്ബീർ. അതായത് അല്ലാഹു അക്ബർ, തക്ബീർ തീർന്നു, നമ്മുടെ കൈ ഉയർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആയിട്ടൊന്നും മിണ്ടാതെ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് കരുതി വേണ്ട, ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് കെട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ തീർന്നു. ആ സമയത്ത് ഒരുപാട് മസല പറയേണ്ട കൂട്ടത്തിൽ 2 കൈയിൻ്റെയും ഉൾഭാഗം, വെള്ളഭാഗം ഖിബലയിലേക്ക് മുന്നിടണം. ചുമലിൻ്റെ നേരെ കുറച്ചിങ്ങനെ പയ്യെ പൊക്കിയിട്ടൊന്നും പറ്റൂല. ഓവറായിട്ട് പൊക്കിയിട്ടും ഈ പറക്കാൻ പോകുന്ന പോലെ അതിൻ്റെ ആവശ്യമില്ല. ഈ തക്കുവയൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ, ഇതൊന്നും വേണ്ട. ആ വക കലാപരിപാടിയൊന്നും വേണ്ട. കൃത്യമായി സുന്നത്ത് ചുമലിൻ്റെ നേരെ ഉയർത്തണം. അതേപോലെ 2 കൈയിൻ്റെ ഉൾഭാഗം ഖിബലയിലേക്ക് ആക്കണം. അപ്പോൾ തക്ബീർ തുടങ്ങുമ്പോൾ നമ്മുടെ കൈ താഴെയാണ്, അതോടൊപ്പം ഉയരണം. അല്ലാഹു അക്ബർ, തക്ബീർ തീർന്നു, ഫ്രീ ആയിട്ട് കെട്ടി. അങ്ങനെയാണ് വേണ്ടത്. ആ സുന്നത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പരിഗണിക്കണം. 2-ാമത്തെ ഒരു സുന്നത്ത് ജുലൂസുൽ ഇസ്തിറാഹത്താണ്. ഇസ്തിറാഹത്ത് എടുക്കുന്ന ഒരു ഇരുത്തുണ്ട്. അത് നമ്മിൽ ഭൂരിഭാഗം ആളുകളും പരിഗണിക്കാതെ പോകുന്നൊരവസ്ഥയുണ്ട്. അത്തഹിയ്യാത്തില്ലാത്ത റക്അത്തിൽ നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എണീറ്റ് വന്നാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ളുഹർ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ സുബ്ഹി നിസ്കരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ റക്അത്തിൽ 2 സുജൂദും കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റ് 2-ാമത്തെ റക്അത്തിലേക്ക് വരുമല്ലോ. ആ എണീറ്റ് വരുമ്പോൾ അവിടെ ഒരല്പം അടങ്ങണം, ഇരിക്കണം. ചില ആളുകൾ മുൾമുനയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സ്പ്രിങ് ആക്ഷൻ പോലെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇരിക്കുക തന്നെ സുന്നത്തല്ലേ, മനോഹരമായിട്ട് ഇരിക്കുക. അത്തഹിയ്യാത്ത്, 1-ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ മനോഹരമായിട്ട് ഇരിക്കുക. ഒന്ന് ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. അതാണ് എന്തു വേണ്ടത്? നമ്മൾ സാധാരണ എല്ലാ നിസ്കാരങ്ങളും അത്തഹിയ്യാത്തില്ലെങ്കിൽ, അത്തഹിയ്യാത്തുണ്ടെങ്കിൽ പിന്നെ അതിലിരിക്കുന്നുണ്ടല്ലോ, അതല്ലാതെ അടുത്ത റക്അത്തിലേക്ക് എണീറ്റ് പോരുമ്പോൾ ചുമ്മാ കൂളായിട്ട് പോരുമല്ല. സുജൂദിൽ നിന്ന് നമ്മൾ ഉയർന്നതിന് ശേഷം മുകളിലേക്ക് ഉയരുന്നതിന് മുമ്പായിട്ട് സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ഒന്ന് ഇരുന്നിട്ട്, അതാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. എന്നിട്ട് വേണം നമ്മൾ മുകളിലേക്ക് ഉയർന്ന് അടുത്ത റക്അത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പുണ്യമാക്കപ്പെട്ട അമല. ആ ഒരു സുന്നത്ത് നമ്മളങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ ആ ഒരു സുന്നത്ത് കൊണ്ടായിരിക്കാം നമ്മൾ രക്ഷപ്പെടുന്നത്. ആലോചിച്ച് നോക്കണം. ഇപ്പോൾ നന്മ തിന്മകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, തുലാസിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവേ 101 തിന്മ, 100 നന്മ,
ഒരു നന്മ, രണ്ട് നന്മ കൂടെ കിട്ടിയിരുന്നെങ്കിൽ, 2 പുണ്യം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ തിന്മയെ മറികടക്കുമായിരുന്നു, എനിക്ക് പാസ് മാർക്ക് കിട്ടുമായിരുന്നു. ആ വേദന അറിയുന്നത് ആ ഒരു സമയത്താണ്, ഒരു സുന്നത്തിൻ്റെ, ഒരു പുണ്യകർമ്മത്തിൻ്റെ മൂല്യം അറിയുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു നന്മയുടെ കൂലി കിട്ടുന്നത്. എന്ത് പെരുത്ത് സന്തോഷാവില്ലേ നമുക്ക്. ഒരുപക്ഷെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് പാസ് മാർക്കിന് അടിസ്ഥാന ഘടകം ആ ഒറ്റ മാർക്കാവുള്ളൂ. പലപ്പോഴും പറയില്ലേ, ഒരു മാർക്ക് കൊണ്ട് നമ്മൾ അത്യാവശ്യം കഷ്ടി വിജയിച്ചു, അതിൻ്റെ വില അവർക്കേ അറിയൂ. അതുകൊണ്ട് തീർച്ചയായും 10 രൂപ വേണ്ട സ്ഥാനത്ത് 9 രൂപ, ആ 1 രൂപയുടെ വില അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു സുന്നത്തിനെയും നമ്മൾ ഒഴിവാക്കണ്ട. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം മസ്റ്റായിട്ട്, അതൊക്കെ സുന്നത്താണ്, പുണ്യമാക്കപ്പെട്ട അമലാണ്, അത് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ മൂന്നാമത്തൊരു കാര്യം, സൊഫിൽ വിടവുണ്ടാകുമ്പോൾ, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അവരവരുടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ സൊഫിനിടയിൽ വിടവുണ്ടാകരുത്. ചൂടാണെന്ന് കരുതിയിട്ട് വിട്ട് നിൽക്കുന്ന അവസ്ഥ, തോളോട് മുട്ടി നിൽക്കണം. അതിന് സൗകര്യമില്ലാത്ത ആളുകൾ പള്ളിയിൽ പോയി കുഴപ്പമുണ്ടാക്കണ്ട, പള്ളിയിലേക്ക് പോകണ്ട അതിന് പറ്റില്ലെങ്കിൽ. ഇത് ജമാഅത്തിൻ്റെ സുന്നത്താണ്, ജമാഅത്തിൻ്റെ അദബാണ്, മര്യാദയാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സൗകര്യം പോലെ അല്ല അവിടെ നിൽക്കേണ്ടത്, ദീൻ സൗകര്യപ്പെടുത്തിയതുപോലെയാണ്. തോളോട് മുട്ടി നിൽക്കണം. ഇടയിൽ ഗ്യാപ്പ് വന്നാൽ വരാൻ പാടില്ല. അവിടെ ആടിൻ്റെ രൂപത്തിൽ പിശാച് പ്രസൻ്റ് ഇബ്ലീസ് ഇടയിൽ കയറി നിൽക്കും. ഒരിക്കലും ഉണ്ടാകുമില്ല. നമ്മുടെ ജമാഅത്തിന് കൂലി പോകും. വെറുതെ നമ്മൾ പള്ളി വരെ പോയത്, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നില്ലേ, ആ കൂലി നഷ്ടപ്പെടാൻ കാരണമാകും. ഒരു ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊരു പള്ളി ചെന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന ജമാഅത്തിൻ്റെ ആളുടെ കൂലി പോലും നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാണ്? നമ്മൾ വിട്ടിക്കുക എന്ന് പറഞ്ഞാൽ പാടില്ല. പരമാവധി ചേർന്ന് തന്നെയാണ് നിൽക്കേണ്ടത്. 2 ആൾക്ക് കയറി ഇരിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഫ്രണ്ട് സഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ ബാക്ക് സഫ് ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ടാവും. പള്ളികൾക്ക് സ്ഥിരം അവസ്ഥയാണ്, ഒരിക്കലും ഉണ്ടാകരുത്. തോളോട് ഒട്ടണം, ഒരു ഗ്യാപ്പും വേണ്ട. പിശാചിനവിടെ ഗ്യാപ്പ് കൊടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അങ്ങനെ സൊഫുകൾക്കിടയിൽ വിടവൊരാൾ നികത്തിയാൽ, അവിടെ ഒരു വിടവുണ്ട്, ആ ഗ്യാപ്പിൽ കയറി നിന്നിട്ട് വിടവ് നികത്തി കൊടുത്താൽ തീർച്ചയായും ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മനോഹരമായ വീടുണ്ട് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുബറാനികൾ തങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഹദീസ്. ഇത്ര പവറാണ്, സ്വർഗത്തിൽ വീട് കിട്ടും ആ വിടവാണ്ട് നികത്തി കൊടുത്താൽ. മാത്രമല്ല മുഅ്മിനീങ്ങളുടെ മനസ്സ് തമ്മിൽ അടുക്കും, മുഅ്മിനീങ്ങളുടെ മനസ്സകലാൻ കാരണമാകും. എന്തുണ്ടായാൽ? സൊഫുകളകന്നാൽ മനസ്സകന്നു പോകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഫാനൊക്കെ വന്നിട്ട് ഈ ചൂടിൻ്റെ സമയത്തൊക്കെ ഫാനൊക്കെ നോക്കിയിട്ട് ഇല്ലേ, ഇപ്പോൾ ഫ്രണ്ട് സഫിൽ ഇനിയും ഒരാൾക്ക് നിൽക്കാനുള്ള സഫുൽ അവലിൻ്റെ പ്രത്യേകത എന്താ? സഫുൽ അവൽ, ഒന്നാമത്തെ സഫിൻ്റെ പ്രത്യേകത ഒരാൾ അറിഞ്ഞാൽ, മുട്ടിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും ഇഴഞ്ഞ് നിരങ്ങി വന്ന് നിൽക്കുന്നല്ലേ ആ മഹത്വം അറിഞ്ഞാൽ. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അല സഫിൽ അവൽ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യും. ഭയങ്കര ഫദ്ലാ, ഗ്യാപ്പ് ഉണ്ടാവുകയില്ല. മുഅ്മിനീങ്ങളുടെ സഫിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, അറിയാത്തത് കൊണ്ടാണ്. അവിടെ സഫിൽ ഗ്യാപ്പുണ്ട്, ആ ഭാഗത്തേക്ക് ഫാന് വല്ലാണ്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫാനുള്ള ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. ഇങ്ങനെ വന്ന് നിന്നിട്ട് പുറയിൽ വരുന്നവരോട് കയറി നമ്മളിവിടെ ഇങ്ങനെ നിൽക്കും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ആ വിടവ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നിന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നവർക്ക് ആ വീട്, നരകത്തിൽ പോയി കിടന്നിട്ട് ആ വീടിൻ്റെ വാടക കിട്ടുന്നല്ല. ധൈര്യമായിട്ട് പ്രിയപ്പെട്ടവരെ ആ പുണ്യത്തിൽ പങ്കെടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്. 4-മത്തൊരു കാര്യം, നിസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പള്ളിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ പള്ളി ജമാഅത്ത് അടക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ധൃതി പിടിച്ചിട്ട് ഓടിച്ചാടി, അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ഫാത്തിഹയ്ക്ക് അവസാനമായിട്ടുണ്ടാവും ഇമാം ഉസ്താദ്, സൂറത്തിൻ്റെ അവസാന ഭാഗം, സൂറത്തിൻ്റെ തുടക്കത്തിലേക്ക് കടന്നു, ഇനി ഗ്യാപ്പ് കുറവാണ്, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ ബാക്കിൽ നിന്ന് കയറി ഈ പട്ടാൾക്കാർ ഓടുന്ന പോലെ കട എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു തല്ലിപ്പട വേണ്ട. അവിടെ അവധാനതയോടുകൂടെ പതുക്കെ മര്യാദയോടുകൂടെയാണ് നിസ്കാരത്തിലേക്ക് പോകേണ്ടത്. അത് നേരം വൈകിട്ട് വന്നിട്ട് ആകെ ഒച്ചപ്പാടും വേളം. പിന്നെ ബൈ ചാൻസ് ഒരാൾ വൈകി വന്നാൽ നമുക്ക് ഇപ്പോൾ ഇമാമിന് ബോധ്യപ്പെട്ടു, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ തൊണ്ടേക്കാനൊക്കെയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ചുമച്ചൊക്കെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? റുക്കോയിൽ ആ റക്അത്ത് കിട്ടാൻ വേണ്ടി ഇമാം റുക്കോയിൽ കിടക്കാൻ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കാം അദ്ദേഹത്തിന് വന്ന് ചേരാൻ വേണ്ടിയിട്ട്. അത്തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു അനക്കം നമുക്കറിയുന്നത്. അദ്ദേഹത്തിന് സലാം വീട്ടിയ പിന്നെ ജമാഅത്തിന് കൂലി പോകുമല്ലോ, ആ ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കാം. പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വൈകി വരുന്ന ആളുകൾ തൊണ്ടയാനക്കിയിട്ട് അവർ തൊണ്ടയാനക്കി പൊക്കോളൂ, അത് മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ബൈ ചാൻസ് വരുന്നവരുടെ കേസാരിപ്പാൽ അതിന് പോലും അനുവാദമുണ്ട്. പക്ഷെ നമ്മൾ
ആകെ ബഹളം ഉണ്ടാക്കിയിട്ട് ആകെ ഒരു വെപ്രാളം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിലേക്ക് അതിൻ്റെ മര്യാദയോടു കൂടെയാണ് പോകേണ്ടത്. അതും ഇമാം നവവി തങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഈ 4 സുന്നത്തുകൾ നമുക്ക് ഓർമ്മ വേണം. ഈ പുണ്യമാക്കപ്പെട്ട അമലുകൾ അതിൻ്റെ കൂലിയൊക്കെ വളരെ വലുതാണ്. അത് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വലിയ നഷ്ടമാണ്. അപ്പോൾ നമ്മൾ വലിയൊരു കാര്യം പഠിക്കുകയാണ്, വലിയൊരു വിഷയമാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തണം. ഒരു ഉപകാരമില്ലാത്ത കാര്യം ഭയങ്കര ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഭയങ്കര കാര്യമാണെന്ന് തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, ഉള്ളി തൊണ്ട് കളഞ്ഞ പോലെ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പഠനാർഹമായ വിഷയങ്ങൾ തീർച്ചയായും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കഴിവിൻ്റെ പരമാവധി. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ നമ്മുടെ ക്ലാസ്സിന് ഒരു പവർ കൂടുതൽ കിട്ടാം, മറ്റുള്ളവരിലേക്ക് കൂടുതൽ പോകും. അത് യൂട്യൂബിൻ്റെ ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിജയം നൽകട്ടെ, കുടുംബസമേതം നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.